सुप्रभात विद्यार्थियों, गुड मॉर्निंग स्टूडेंट्स। आप कैसे हो? ठीक हो? अच्छे हो? सब लोग ठीक है। मैं आपके हिंदी अध्यापिക സ്വീറ്റി ഹൂ. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പുതിയൊരു അധ്യായമാണ്. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ടീച്ചർ 2 ചിത്രങ്ങൾ കാണിച്ചു തരാം. എന്താണ് നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരണം. ഇതാണ് ആദ്യ ചിത്രം. ചിത്രം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഒരു ആകാശമാണ് നമ്മൾ കാണുന്നത്. ആകാശത്തിനെ ഹിന്ദിയിൽ പറയാം ആസ്മാൻ എന്നാണ്. രണ്ടാമത്തെ ചിത്രം മുയൽ. ഇംഗ്ലീഷിൽ നമ്മൾ റാബിറ്റ് എന്ന് പറയും, ഹിന്ദിയിൽ ഖർഗോഷ് എന്നാണ് പറയുക. അപ്പം ഈ 2 ചിത്രങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്. അധ്യായത്തിൻ്റെ പേര് ആസ്മാൻ ഘിറ, ആകാശം വീണോ. ആകാശം വീണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും പുസ്തകം തുറക്കുക. പേജ് നമ്പർ 12, ചാപ്റ്റർ 5. അധ്യായത്തിൻ്റെ പേര് ആസ്മാൻ ഘിറ, ആകാശം വീണോ. ഓരോ വരി വെച്ച് ടീച്ചർ വായിച്ചു തരാം. അപ്പോൾ വ്യക്തമായിട്ട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേട്ടിരുന്നോളാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആദ്യ വാചകം ഇങ്ങനെയാണ്: ഏക് ഖർഗോഷ് ഥാ, ഒരു മുയൽ ഉണ്ടായിരുന്നു. ടീച്ചർ നേരത്തെ പറഞ്ഞു മുയൽ എന്ന ഖർഗോഷ്. ദർ വാസ് എ റാബിറ്റ്. വഹ് പേഡ് കെ നീച്ചെ സോ രഹാ ഥാ, ആ മുയല് ഒരു മരത്തിന് ചുവട്ടിലാണ് കിടന്ന് ഉറങ്ങിയിരുന്നത്. അച്ചാനക് സോർ കി ആവാസ് ഹുയി, പെട്ടെന്ന് വലിയൊരു ശബ്ദം ആ മുയല് കേട്ടു. ധം, ഖർഗോഷ് ചൗക്കർ ഉഠ് ഗയ, മുയലെ ഞെട്ടി എഴുന്നേറ്റു. വഹ് ബോല, അവൻ പറഞ്ഞു, അരേ ക്യാ ഘിറ, എന്താണ് വീണത്? ഖർഗോഷിനെ ഇധർ ഉധർ ദേഖ, ഖർഗോഷ് എന്നാൽ മുയൽ. മുയലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റുമെല്ലാം നോക്കി. ഉസേ കുച്ച് ദിഖായി നഹീ ദിയ, പക്ഷെ അവനൊന്നും കാണാനായിട്ട് സാധിച്ചില്ല. ഉസേ ലഗ ആസ്മാൻ ഗിർ രഹാ ഹെ, മുയൽ വിചാരിച്ചു ആകാശം ഇനി താഴേക്ക് വീണിട്ടുണ്ടായിരിക്കുമോ എന്ന്. ഖർഗോഷ് ठर गया और भागने लगा, മുയലിന് പേടിയായിട്ട് മുയലെ ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഇതാണ് നമ്മുടെ കഥയിലെ ആദ്യത്തെ പാരഗ്രാഫ് അഥവാ ആദ്യത്തെ ഖണ്ഡിക. ഈ ഒരു ഖണ്ഡികയിലെ ടീച്ചർ ഒന്നും കൂടിയും ചുരുക്കിയിട്ട് മലയാളത്തിലെ ഈ കഥയുടെ അർത്ഥം പറഞ്ഞു തരാം. ഒരു മുയലുണ്ടായിരുന്നു. മുയലെ ഒരു ദിവസം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. പെട്ടെന്ന് വലിയൊരു ശബ്ദം കേട്ടു. മുയൽ ഞെട്ടി എഴുന്നേറ്റു. അവൻ പറഞ്ഞു, എന്തായിരിക്കും വീണിട്ടുണ്ടായിരിക്കുക? മുയൽ ചുറ്റും നോക്കി, പക്ഷെ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല. പിന്നീട് മുയൽ വിചാരിക്കുകയാണ്, ഇനി ആകാശം എങ്ങനെയും പൊട്ടി നിലത്തേക്ക് താഴെ വീണിട്ടുണ്ടായിരിക്കുമോ എന്ന്. മുയലിന് പേടിയായിട്ട് മുയൽ ആ മരത്തിൻ്റെ ചോട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെ കുറച്ച് പുതിയ വാക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ വരുന്ന ആദ്യത്തെ വാക്കാണ് ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചു. ഇതെന്താണ്? ആകാശം, ആസ്മാൻ. രണ്ടാമത്തേത് നമ്മുടെ കഥയിലെ നായകൻ റാബിറ്റ്, ഖർഗോഷ്. മൂന്നാമത്തേത് ടെക്സ്റ്റ് ബുക്ക് നോക്കുക, പേട്. പേട് എന്നാൽ മരം. മൂന്നാമത്തെ വരി അച്ചാനക്, പെട്ടെന്ന്. സോർ കി ആവാസ്, സോർ കി ആവാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ശബ്ദം, ലൗഡ് വോയിസ് എന്നൊക്കെ പറയാം. അടുത്ത വരികളിൽ കാണാം ഇധർ ഉധർ. ഇധർ ഉധർ എന്നാൽ അവിടെയും ഇവിടെയും. അടുത്തത് വരുന്നത് ഠർ, പേടി. ഇങ്ങനെ കുറച്ച് പുതിയ വാക്കുകൾ നമ്മൾ ഈ പാരഗ്രാഫിൽ കണ്ടു. വാക്കുകൾ കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിക്കുക, വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുക. അതിനുശേഷം ഒന്നുകൂടെ ഒരാവർത്തി ഈ ഒരു പാരഗ്രാഫ് വായിക്കുക. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി ഭാഗം നമുക്ക് നാളെ പഠിക്കാം. ഇന്ന് പഠിച്ച പാഠഭാഗത്തിലെ വാക്കുകൾ പ്രത്യേകം ഓർക്കണം. ഒന്നുകൂടെ ടീച്ചർ പറയാം. പേഡ് മരം,
ആസ്മ ആകാശം, ഖർഗോഷ് മുയൽ, ഇധർ ഉധർ ഇവിടെയും അവിടെയും, ഠർ പേടി, സോർ കി ആവാസ് വലിയ ഭയാനകമായ ശബ്ദം, ലൗഡ് വോയിസ്. അപ്പോൾ നാളെ നമുക്ക് ഈ കഥയുടെ ബാക്കി ഭാഗം വായിക്കാം. താങ്ക് യു.